നമുക്ക് ബൈനറി ഓപ്പറേഷനകത്തെ പ്രോബ്ലംസ് ഇന്ന് ചെയ്യും. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ n ഡിഫൈൻഡ് as a star b is equal to a square plus b square. Choose the correct answer. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മുടെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിൽ ചൂസ് ദി കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. സ്റ്റാർ ഈസ് ബോത്ത് അസോസിയേറ്റീവ് ആൻഡ് കമ്മ്യൂട്ടേറ്റീവ്. Star is commutative but not associative. Star is associative but not commutative. Star is neither commutative or associative. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം അല്ലേ. നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റാർ ബി ആണ്. എന്താ തന്നിരിക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ എന്തായി മാറി? ബി സ്റ്റാർ എ ആയി മാറി. ബി സ്റ്റാർ. അപ്പൊ നമുക്ക് കിട്ടി എ സ്റ്റാർ ബി എന്തിന് തുല്യമാണ്? ബി സ്റ്റാർ എക്ക് തുല്യമാണ്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ. അതുകൊണ്ട് സ്റ്റാർ ഈസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് അസോസിയേറ്റീവ് നോക്കാം. അപ്പൊ നമ്മൾ അസോസിയേറ്റീവ് നോക്കുമ്പോൾ നമുക്കറിയാം എ സ്റ്റാർ ബി സ്റ്റാർ സി എന്താവണം? എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. അപ്പൊ അത് ചെയ്ത് സമയം കളയാതെ നമുക്കിപ്പോ 3 എലമെന്റ് ആർബിട്രറി ആയിട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി 1 സ്റ്റാർ 2 സ്റ്റാർ 3 ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താ കിട്ടുന്നത്? ആദ്യം 1 സ്റ്റാർ 2 ചെയ്യാം. എന്താ 1 സ്റ്റാർ 2? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതാണ് നമുക്കിനി സ്റ്റാർ ചെയ്യാനുള്ളത് 3. അപ്പൊ ഇതൊരു സിംഗിൾ എലമെന്റ് ആവും. ഓപ്പറേഷൻ കഴിയുമ്പോൾ എന്താവും? 1 പ്ലസ് 2 സ്ക്വയർ ഈസ് 4. അപ്പൊ 1 പ്ലസ് 4 5. അപ്പൊ ഇത് 5 സ്റ്റാർ 3 എന്നാവും അല്ലെ. 5 സ്റ്റാർ 3 എന്താണ്? 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 34 അല്ലെ. തിരിച്ച് നമുക്ക് 1 സ്റ്റാർ 2 സ്റ്റാർ 3 ചെയ്ത് നോക്കി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്ത് 2 സ്റ്റാർ 3. എന്താ 2 സ്റ്റാർ 3? നിങ്ങൾക്കറിയാം അത് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 1 സ്റ്റാർ നിങ്ങൾക്കറിയാം 2 സ്ക്വയർ 4 ആണ്. 2 സ്ക്വയർ 4 ആണ്. 3 സ്ക്വയർ 9 ആണ്. 4ഉം 9 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 13 ആണ്. നമുക്ക് കിട്ടുന്ന 1 സ്റ്റാർ 13. 1 സ്റ്റാർ 13 എന്താണ്? ഓപ്പറേഷൻ അനുസരിച്ച് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്റ്റാർ ബി. അപ്പോൾ നമുക്ക് 1 സ്റ്റാർ 13 എന്താണ്? 1 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് 169 നമുക്ക് കിട്ടുന്നത് 170. അപ്പോൾ രണ്ടും ഈക്വൽ ആണോ? അപ്പോൾ അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ് അല്ലെ. സ്റ്റാർ അസോസിയേറ്റീവ് അല്ല. അപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ ആൻസറിനകത്ത്? സ്റ്റാർ അസോസിയേറ്റീവ് അല്ല, പക്ഷെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ ഇതല്ല അല്ലെ. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ബട്ട് നോട്ട് അസോസിയേറ്റീവ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻസ് അതായത് ബി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. ഫോർ ഈച്ച് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ബിലോ ഡിറ്റർമൈൻ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഓൺ ക്യൂ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിൽ ഡിഫൈൻ എ സ്റ്റാർ ബി സി ഈക്വൽ ടു എയും ബിയുടെ സ്റ്റാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് 1 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യും. അതേപോലെ ഓൺ ഇസഡ് ഡിഫൈൻ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സിൽ എ സ്റ്റാർ ബി പറഞ്ഞിരിക്കുന്നത് അവരുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഓപ്പറേഷൻസുകൾ, ഈ ബൈനറി ഓപ്പറേഷനുകൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് വരാം അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൺ ക്യൂ എ സ്റ്റാർ ബി ഈക്വൽസ് എ ബി പ്ലസ് 1. അപ്പൊ അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ എ ബി പ്ലസ് 1നെ നമുക്കറിയാം സെറ്റ് ഓഫ് റാഷണൽ നമ്പറിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ എ ബിക്ക് വരെ എന്ത് എഴുതാം? ബി എന്ന് എഴുതാം. ബി എ പ്ലസ് 1 എന്ന് എഴുതാം. അപ്പൊ എ ബി പ്ലസ് 1 എന്ന് എഴുതിയാൽ എ സ്റ്റാർ ബി. അപ്പൊ ബി എ പ്ലസ് 1 എന്ന് എഴുതിയാൽ എന്താണ്? ബി സ്റ്റാർ എ അല്ലെ. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ക്യൂ. therefore നമുക്ക് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഒരു നിയമം ശരിയാണെന്ന് നമുക്ക് പറയണമെങ്കിൽ ആർബിട്രറി ആയിട്ടുള്ള എലമെന്റുകൾ, അതായത് എല്ലാ എലമെന്റുകൾക്കും റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അതാണ് നമ്മളിത് ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ക്യൂവിന് എ സ്റ്റാർ ബി എന്തിന് തുല്യമായി? ബി സ്റ്റാർ എക്ക് തുല്യം. ഇനി ഇത് അസോസിയേറ്റീവ് ആണോ? നമുക്ക് നോക്കാം.
ഇത് നമുക്ക് ഇങ്ങനെ എ ബി പ്ലസ് വൺ എന്നാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളൊന്നും ഇതിപ്പോ എ ബി മാത്രമായിരുന്നെങ്കിൽ അസോസിയേറ്റീവ് ആയി മാറി. ഇത് എ ബി പ്ലസ് വൺ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ നമ്മൾ നേരത്തെ കാണാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അത് അസോസിയേറ്റീവ് അല്ലായിരുന്നു. അതേപോലെ ഇതും എന്താവത്തില്ല, അസോസിയേറ്റീവ് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ എടുത്ത് ചെയ്താൽ മതി അല്ലേ. സെറ്റ് ഓഫ് എന്താണ് റാഷണൽ നമ്പർ അല്ല പറയുന്നത്. 3 റാഷണൽ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. മുമ്പത്തെ പോലെ നമ്മൾ 1 ഉം 2 ഉം 3 ആണ് കൺസിഡർ ചെയ്തെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 1 സ്റ്റാർ 2 സ്റ്റാർ 3 അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു അല്ലേ, നിങ്ങൾക്കറിയാം 1 സ്റ്റാർ 2 ഇവിടുത്തെ ഡെഫിനിഷൻ എന്താണ്, എ ബി പ്ലസ് 1. അപ്പോൾ 1 സ്റ്റാർ 2 എന്താണ്, 1 ഇൻറ്റു 2 പ്ലസ് 1 ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ഏത് സ്റ്റാർ ചെയ്യാൻ കിടപ്പുണ്ട്, 3 സ്റ്റാർ അല്ലേ, സ്റ്റാർ 3. അപ്പോൾ നമുക്ക് ഇത് എത്ര ഇടുന്നത്, 2 പ്ലസ് 1 അല്ലേ, 2 പ്ലസ് 1 ഈസ് 3. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് 3 സ്റ്റാർ 3. അപ്പോൾ എങ്ങനെ 3 സ്റ്റാർ 3 ചെയ്യുന്നത്, ഈ രണ്ട് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ കിട്ടുന്നത് 3 ഇൻറ്റു 3 പ്ലസ് 1 ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 9 പ്ലസ് 1, നമുക്ക് കിട്ടുന്നത് എത്ര, 10 അല്ലേ. നമുക്ക് അതേപോലെ നോക്കി, നമുക്ക് അതേപോലെ 1 സ്റ്റാർ 2 സ്റ്റാർ 3 ഇവിടെ ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പൊ എന്താണ് ഇവിടെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ബ്രാക്കറ്റിൽ 2 സ്റ്റാർ 3 ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ് 2 സ്റ്റാർ 3, ഡെഫിനിഷൻ അനുസരിച്ച് എ സ്റ്റാർ ബി എ ബി പ്ലസ് 1. ഇപ്പൊ എന്താണ് 2 സ്റ്റാർ 3, 2 ഇൻറ്റു 3 പ്ലസ് 1 ആണ് അല്ലേ. ഇപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്, ദിസ് ഇസ് ഈക്വൽ ടു 1 സ്റ്റാർ 2 ഇൻറ്റു 3 എത്ര, 6 ആണ്. 6 പ്ലസ് 1 എത്ര, 7. അപ്പൊ 1 സ്റ്റാർ 7 ആണ്. എങ്ങനെയാ 1 സ്റ്റാർ 7 ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് 1 ഇൻറ്റു 7 പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര, 7 പ്ലസ് 1. 7 പ്ലസ് 1 എത്ര, 8 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമ്മൾ നോക്കി, മുമ്പ് നമുക്ക് കിട്ടിയത് 10 ആണ് അല്ലെ, ഇപ്പൊ കിട്ടിയത് 8 ആണ്. അതായത് 1 സ്റ്റാർ 2 സ്റ്റാർ 3 ഇത് എന്തിന് തുല്യമല്ല, 1 സ്റ്റാർ 2 സ്റ്റാർ 3ക്ക് തുല്യമല്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ എന്തല്ല, അസോസിയേറ്റീവ് അല്ല. നമുക്ക് അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓൺ ഇസഡ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സിലാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ് ഡിഫൈൻ ചെയ്തത്. നിങ്ങൾക്കറിയാം സബ്ട്രാക്ഷൻ ഒരിക്കലും എന്താവില്ല, കമ്മ്യൂട്ടേറ്റീവ് ആവില്ല അല്ലേ. എങ്ങനെ, നമുക്ക് 2 എലമെന്റ് എടുത്താൽ ചെയ്താൽ മതി. ടേക്ക് 2 elements, ലെറ്റ് 2 3 ബിലോങ്സ് ടു ഇസഡ് അല്ലേ. നിങ്ങൾ നോക്കി 2 സ്റ്റാർ 3 എത്ര, ഇതനുസരിച്ച് 2 മൈനസ് 3 അതെത്ര, -1. 3 സ്റ്റാർ 2 എത്ര, അത് 3 മൈനസ് 2 അതെത്ര, 1. രണ്ട് ഈക്വൽ ആണോ, അല്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. എന്ത് പറയാം, 2 സ്റ്റാർ 3 നോട്ട് ഈക്വൽ ടു 3 സ്റ്റാർ 2. Therefore star is not commutative. സ്റ്റാർ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അസോസിയേറ്റീവ് ചെക്ക് ചെയ്യാം. നോക്കി എന്താണ്, അതിനുവേണ്ടി ഇതുപോലെ 1 2 3 3 എലമെന്റ് ഇസഡിൽ എടുത്തു അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എലമെന്റ് ഇസഡിലുള്ള മെമ്പേഴ്സ് എടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 സ്റ്റാർ 2 സ്റ്റാർ 3 ചെയ്യും അല്ലേ. എന്താണ് 1 സ്റ്റാർ 2 ഡെഫിനിഷൻ അനുസരിച്ച് എ മൈനസ് ബി. ഇപ്പൊ എത്ര, 1 മൈനസ് 2 സ്റ്റാർ 3. 1 മൈനസ് 2 നിങ്ങൾക്ക് അറിയാം, -1 -1 സ്റ്റാർ 3. എങ്ങനെയാ -1 സ്റ്റാർ 3 ചെയ്യുന്നത്, ഡിഫറൻസ് എടുത്താൽ മതി. -1 -3 ഇത്ര ആൻസർ -4 ശരിയല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, 1 സ്റ്റാർ 2 സ്റ്റാർ 3 ചെയ്യും അല്ലേ. ഇപ്പൊ എന്താണ് 1 സ്റ്റാർ 2 സ്റ്റാർ 3 is 2 minus 3. 2 star 3 is 2 minus 3. So this is equal to 1 star minus 1. അല്ലേ, എന്താണ് 1 മൈനസ് -1 എത്ര ഇടുന്നത്, 2. നോക്കി 2 ഈക്വൽ ആണോ, അല്ല അല്ലേ. നമുക്ക് എഴുതാൻ പറ്റും 1 സ്റ്റാർ 2 സ്റ്റാർ 3 നോട്ട് ഈക്വൽ ടു 1 സ്റ്റാർ 2 സ്റ്റാർ 3. Therefore നമുക്ക് പറയാം star is not associated. ഇനി ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ചെയ്യാനുള്ളത് ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കുക, എന്താണ് ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കുക. അതേപോലെ നമുക്ക് ഇനി കൂടുതലായിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ. സ്റ്റാറിന് വരെ ഒരു ക്യാപ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ വന്നിരിക്കും.
on the set 1 2 3 4 5 defined by എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a cap b equal to minimum of a. Write the operation table for the operation cap. ഈ ഓപ്പറേഷന്റെ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ എന്നാണ്. അപ്പൊ ബൈനറി ഓപ്പറേഷൻ ആണ്. ഈ ഓപ്പറേഷന്റെ എന്ത് ചെയ്യാന് കോമ്പോസിഷൻ ടേബിൾ അഥവാ ഓപ്പറേഷൻ ടേബിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫൈനൈറ്റ് സെറ്റിലാണ്. നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, അതൊക്കെ ഇൻഫിനിറ്റ് സെറ്റ് ആണ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പർ, റിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യും അല്ലെ. ഇതെന്താണ് ഒരു ഫൈനൈറ്റ് സെറ്റാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ ഓപ്പറേഷൻ ടേബിൾ അല്ലെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ഓപ്പറേഷൻ ടേബിൾ ഫോർ ദി ഓപ്പറേഷൻ. ഈ ഓപ്പറേഷന്റെ എന്ത് ചെയ്യാൻ ഓപ്പറേഷൻ ടേബിൾ അഥവാ കോമ്പോസിഷൻ ടേബിൾ അല്ലെ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനെ നമുക്ക് വേണേ ലെറ്റ് എ ഈക്വൽ സെറ്റ് എന്ന് വിളിക്കാം. ഏതാണ് സെറ്റ് 1 2 3 4 5 അല്ലെ. ഇതിനകത്ത് നമ്മൾ തന്നിരിക്കുന്ന ഓപ്പറേഷനോടൊന്ന് എഴുതി വെക്കാം. എ ക്യാപ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് മിനിമം ഓഫ് എ, രണ്ട് എലമെന്റിന്റെ മിനിമം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ കോമ്പോസിഷൻ ടേബിൾ വരയ്ക്കാം അഥവാ ഓപ്പറേഷൻ ടേബിൾ വരയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ചെയ്യാൻ വേണ്ടി അല്ലെ നമുക്ക് ഓപ്പറേഷൻ ടേബിൾ ആണ് വേണ്ടത് അല്ലെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓപ്പറേഷൻ ടേബിൾ. നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ ക്യാപ്പ് ആണ് അല്ലെ. ഏതൊക്കെ എലമെന്റുകളാണ് ഇവിടെ ഉള്ളത് 1 2 3 4 5. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് 1 2 3 4 5 എന്ന് എഴുതാം. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് 1 ക്യാപ് 1 ആണ് ഇവിടെ എഴുതുന്നത്, 1 ക്യാപ് 2 ആണ് ഇവിടെ എഴുതുന്നത്, 1 ക്യാപ് 3 ആണ് ഇവിടെ, 1 ക്യാപ്. അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് എലമെന്റുകൾ എടുത്തിട്ട് അവരുടെ എന്ത് ചെയ്യണം ഓപ്പറേഷൻ നടത്തണം, ബൈനറി ഓപ്പറേഷൻ നടത്തണം. ഇപ്പൊ രണ്ട് എലമെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 1 1 കൂടെ എടുക്കാം. അതാണ് 1 ക്യാപ് 1 വരുന്നത്. അതുപോലെ 1 2 കൂടെ എടുക്കാം. അങ്ങനെ 1 5 കൂടെ എടുക്കാം അല്ലെ. അതേപോലെ 2 2 കൂടെ എടുക്കാം, 2 1 കൂടെ എടുക്കാം, 2 3 കൂടെ എടുക്കാം. അപ്പൊ അതെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പോകുന്ന എലമെന്റ് 1 ക്യാപ് 1 ആണ്. എന്താണ് 1 ക്യാപ് 1? മിനിമം ഓഫ് 1 and 1. 1ന്റെ മിനിമം നിങ്ങൾക്ക് അറിയാം ഏതാണ് 1 ആണ്. ഇവിടെ എഴുതേണ്ടത് എന്താണ് 1 2 കൂടെ എടുക്കാം അല്ലെ. 1 ക്യാപ് 2. അപ്പൊ 1 2ന്റെ മിനിമം എഴുതാം. 1 2ന്റെ മിനിമം ഏതാ 1 ആണ്. 1 3യുടെ മിനിമം എത്ര 1 ആണ്. ക്ലിയർ അല്ലേ. 1 4ന്റെ മിനിമം 1 ആണ്. 1 5ന്റെ മിനിമം എത്ര 1 ആണ് അല്ലെ. ഇനി അടുത്ത് നോക്കി. അപ്പൊ 1 ഈ സെറ്റിലെ ഏത് എലമെന്റിനെ കോമ്പോസിഷൻ നടത്തിയാൽ അഥവാ ഓപ്പറേഷൻ നടത്തിയാൽ കിട്ടുന്ന എലമെന്റ് എന്താണ് 1 തന്നെ. ആ 1 ഇതിനകത്ത് തന്നെ ഉള്ള എലമെന്റ് ആണ് ഈ സെറ്റിൽ തന്നെ ഉള്ളത്. അപ്പൊ അത് എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം 2 ക്യാപ് 1 എത്ര മിനിമം ഓഫ് 2 and 1 അതെത്ര 1 തന്നെ. 2 ക്യാപ് 2 മിനിമം ഓഫ് 2 and 2 അതെന്താണ് 2 തന്നെ. 2 ക്യാപ് 3 എത്ര വരും മിനിമം 2 ആണ്. 2 4ന്റെ ഉള്ള മിനിമം എത്ര 2 ആണ്. 2 5 ആയിട്ടുള്ള മിനിമം എത്ര 2 ആണ് അല്ലെ. അടുത്തത് എന്താണ് 3 1 ക്യാപ് 1 എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് 3 and 1 അതെത്ര 1 ആണ്. 3 2 ആയിട്ടുള്ളൂ അല്ലെ മിനിമം എത്ര അത് 2 ആണ് അല്ലെ. 3 3 ആയിട്ടുള്ള മിനിമം എത്ര അത് 3 ആണ്. 3 4 ആയിട്ടുള്ള മിനിമം ഏതാ 3 ആണ്. 3 5 ആയിട്ടുള്ള മിനിമം ഏതാ അത് 3 ആണ്. ഇനി എന്താണ് 4 1 ആയിട്ടുള്ള മിനിമം അതെത്ര 1 ആണ്. 4 2 ആയിട്ടുള്ള മിനിമം എത്ര 2 ആണ്. 4 3 ആയിട്ടുള്ള മിനിമം എത്ര അത് 3 ആണ്. 4 4 ആയിട്ടുള്ള മിനിമം എത്ര ആണ് അത് 4 ആണ്. 4 5 ആയിട്ടുള്ള മിനിമം എത്ര അത് 4 ആണ്. അതാണ് ഇതിന്റെ ഓപ്പറേഷൻ ടേബിൾ. ശ്രദ്ധിച്ച് 5 1 ആയിട്ടുള്ള മിനിമം 1 ആണ്. 5 2 ആയിട്ടുള്ള മിനിമം 2 ആണ്. 5 3 ആയിട്ടുള്ള മിനിമം ഏതാ 3 ആണ്. 5 4 ആയിട്ടുള്ള മിനിമം 4 ആണ്. 5 5 ആയിട്ടുള്ള മിനിമം എത്ര 5 ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേഷനെ ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ ഏത് രണ്ട് എലമെന്റുകൾ എടുത്ത് ഈ ഓപ്പറേഷൻ നടത്തിയാലും കിട്ടുന്ന റിസൾട്ടുകളാണ് ഈ ടേബിളിനകത്ത് കിടക്കുന്നത് അല്ലെ. ഈ ഒരു എലമെന്റ് പോലും ഈ സെറ്റിന് വെളിയിൽ പോയിട്ടില്ല അല്ലെ. അതായത് എ ക്രോസ് എയിൽ നിന്ന് എങ്ങോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എയിലെ എലമെന്റുകളിലോട്ടാണ് 1 എന്ന് എടുക്കുമ്പോൾ അത് എക്രോസ് എയിലെ എലമെന്റാണ്. അതിനെ ഏതിലോട്ടാണ് മാപ്പ് ചെയ്തത് എയിലെ 1 എന്ന് പറയുന്ന എലമെന്റിലോട്ടാണ് മാപ്പ് ചെയ്തത്. 1നെ 2നെ എടുത്തപ്പോൾ 1ലോട്ടാണ് മാപ്പ് ചെയ്തത്. അങ്ങനെ ഏത് രണ്ട് പേരെടുത്താലും അതിനെ എയിലെ ഒരു മെമ്പറിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ബൈനറി ഓപ്പറേഷൻ. നമുക്ക് അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് ഈ കോമ്പോസിഷൻ ടേബിൾ അഥവാ ഈ ഓപ്പറേഷൻ ടേബിൾ വരയ്ക്കാനാണ് പറഞ്ഞത്.
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, let star be a binary operation on Q of rational numbers defined by a star b is equal to ab by 4. Find the identity element of star in Q. അതുപോലെ find the inverse element of a under star in Q. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം. ഈ ബൈനറി ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒരു നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ കണ്ടതാ ബൈനറി ഓപ്പറേഷനുകളെല്ലാം ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം അല്ലേ. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സിലേക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പൊ എന്താ ഐഡന്റിറ്റി എലമെന്റ് ഡെഫിനിഷൻ എന്താ? ഒരു സെറ്റില് ഒരു ബൈനറി ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിറ്റി എലമെന്റ് ആ സെറ്റിൽ തന്നെ ഉണ്ടാകണമെന്ന് പറയണമെങ്കിൽ ആ സെറ്റിലെ ഒരു എലമെന്റ്, സപ്പോസ് ഇ എന്ന് പറയുന്ന എലമെന്റ് ക്യൂവിൽ ഉണ്ടെന്നിരിക്കട്ടെ, എ സ്റ്റാർ ഇ എന്താവണം? എ തന്നെ ആയിരിക്കും. അത് തന്നെ ആയിരിക്കണം ഇ സ്റ്റാർ എ ആവും. ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യൂ. ക്യൂവിലെ എല്ലാ എക്കും ഈ വ്യവസ്ഥ പാലിക്കപ്പെടുന്ന ഒരു എലമെന്റായ ഈ ക്യൂവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്തത് അല്ലേ. ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആൻസർ ചെയ്യുമ്പോൾ അല്ലേ നമുക്കറിയാം given on Q A star B is equal to AB by 4 അല്ലേ. നമ്മൾ പറയാം let E be the identity. ഈ ആണ് ഐഡന്റിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ കണ്ടുപിടിക്കും. ഈ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വില ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ ആ ഈ സെറ്റില് ഈ ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഈ കണ്ടുപിടിക്കുന്ന വില ക്യൂവിലെ ഒരു മെമ്പർ അല്ല, നമുക്കൊരു റാഷണൽ നമ്പർ ആയിട്ടാണ് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ സെറ്റിൽ എന്തില്ല? ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകും. അപ്പൊ ലെറ്റ് ഇ ബി ദ ഐഡന്റിറ്റി. നമുക്കറിയാം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഐഡന്റിറ്റി, ഈ ഐഡന്റിറ്റി ആണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ഐഡന്റിറ്റി അനുസരിച്ച് നമുക്കറിയാം എ സ്റ്റാർ ഇ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം അല്ലേ. ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യൂ അല്ലേ. ഇനി നമുക്ക് നോക്കാം എന്താണ് എ സ്റ്റാർ ഇ അല്ലേ. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ സ്റ്റാർ ബി എ ബി ബൈ 4. അപ്പൊ എ സ്റ്റാർ ഇ എങ്ങനെയാണ്? എ ഇ ബൈ 4 അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എ. അപ്പോൾ അവിടെ നമുക്ക് ഇ എന്തായിട്ട് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു എ ക്യാൻസൽ ആയ ഇ നമുക്ക് കിട്ടുന്നത് ഇ ഈക്വൽ ടു 4. 4 എലമെന്റ് ഓഫ് ക്യൂ ആണ്, ഒരു റാഷണൽ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം therefore ഐഡന്റിറ്റി എലമെന്റ് ഈക്വൽ ടു 4 അല്ലെ. ഈ ഓപ്പറേഷന്റെ, ഈ ബൈനറി ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 4 അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റാഷണൽ നമ്പർ എടുത്തിട്ട് എന്താണ് 4 ആയിട്ട് സ്റ്റാർ ചെയ്ത 4 തന്നെ കിട്ടും അല്ലെ. നിങ്ങൾ ഏത് റാഷണൽ നമ്പർ പറയും? ഏത് റാഷണൽ നമ്പർ? ഇപ്പൊ നിങ്ങൾ 2 എടുത്തു, 2 സ്റ്റാർ 4 ചെയ്ത 2 into 4 by 4, 4 ക്യാൻസൽ ആവും. ഇപ്പൊ 2 തന്നെ കിട്ടും. ഇനി 3 സ്റ്റാർ 4 ചെയ്താൽ എന്ത് കിട്ടും? 4 ക്യാൻസൽ ചെയ്ത് 3 തന്നെ കിട്ടും. അതാണ് 4 ആണ് ഈ ഓപ്പറേഷൻ ഐഡന്റിറ്റി എലമെന്റ് ആയി മാറും അല്ലേ. ഇനി ഇത് എ സ്റ്റാർ ബി ബൈ 4 പകരം എ സ്റ്റാർ ബി എ ബി ആയിരുന്നെങ്കിൽ ഏത് ഐഡന്റിറ്റി എലമെന്റ്? എ സ്റ്റാർ ബി എ ബി ആയത് മൾട്ടിപ്ലിക്കേഷൻ, ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എ സ്റ്റാർ ബി എ ബി ആയ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് 1 പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫൈൻഡ് ദ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എ അണ്ടർ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ, എ എന്ന് പറയുന്ന എലമെന്റ് ക്യൂവിലെ ഒരു ആർബിട്രറി മെമ്പർ. അപ്പൊ എയുടെ എന്താണ് ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കുന്നത്, ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിന് മൊത്തമായിട്ടാണ് ഐഡന്റിറ്റി, അത് യുണീക്കാണ് അല്ലെ. ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 2ന്റെ ഇൻവേഴ്സ് ആയിരിക്കണമെന്നല്ല, ആയിരിക്കത്തില്ല 3ന്റെ ഇൻവേഴ്സ്, അതുപോലെ 4ന്റെ ഇൻവേഴ്സ്. അപ്പൊ അതുപോലെ ഓരോ എലമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കും. നമ്മളിപ്പോ ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന എയുടെ എന്ത് കണ്ടുപിടിക്കുക? ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി എലമെന്റ്, റാഷണൽ നമ്പറിലെ ഏതൊരു നമ്പറുമാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. നമ്മളിങ്ങനെ പറയുന്നു ലെറ്റ് ബി ബി ദ ഇൻവേഴ്സ് ഓഫ് എ. ബി ആണ് എയുടെ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ അല്ലെ. എന്താണ്? എ സ്റ്റാർ ബി അപ്പോൾ എന്താവണം? ഇ ആവണം. അത് തന്നെയാണ് ബി സ്റ്റാർ ഇ. അതുകൊണ്ട് അപ്പൊ എ സ്റ്റാർ ബി എന്താവണം? ഇ ആവണം. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെഫിനിഷൻ അനുസരിച്ച് എ സ്റ്റാർ ബി എ ബി ബൈ 4. അതെന്താവണം? 4 ആകണം. ഐഡന്റിറ്റി എലമെന്റ് 4 ആണ് നമ്മൾ കണ്ടുപിടിച്ചു.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേലും ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായാലും ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? എലമെന്റിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ബി ആണ്. ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് അസ്യൂം ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബി ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ? എങ്ങനെ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം? ബി ഈസ് ഈക്വൽ ടു ഇതായിരിക്കും 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 4 ബൈ എന്താണ് 8 എന്ന് പറയാം. ബി ഈക്വൽ ടു എന്താണ് 4 × 4 എത്ര? 16/8. അപ്പോൾ നമുക്ക് എഴുതാം ഇൻവേഴ്സ് ഓഫ് എ. എയുടെ ഇൻവേഴ്സ് എന്തായിട്ടാണ് കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു 16/8. ഇതാണ് എയുടെ ഇൻവേഴ്സ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അതായത് ഇത് അർത്ഥം ഇതേ ഉള്ളൂ. ഇപ്പോൾ ഒന്നിന്റെ ഇൻവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ 16/1 16 ആണ്. രണ്ടിന്റെ ഇൻവേഴ്സ് എത്ര? 16 എത്ര? 2 ആണ്. അപ്പോൾ 8 ആയിരിക്കും രണ്ടിന്റെ ഇൻവേഴ്സ് അല്ലേ? രണ്ടിന്റെ ഇൻവേഴ്സ് ഏതായിരിക്കും? 8 ആയിരിക്കും. കാരണം എന്താണ്? രണ്ടും 8 കൂടെ സ്റ്റാർ ചെയ്താൽ ഐഡന്റിറ്റി എലമെന്റ് ആയി 4 കിട്ടുമെന്ന് നോക്കിയാൽ മതി. എന്താണ് ഇതിന്റെ അർത്ഥം? 2 × 8/4 ചെയ്യണം. 3 ആൻസർ 4 ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. അപ്പോൾ രണ്ടിനെ 8 കൊണ്ട് മാത്രം സ്റ്റാർ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? 4 കിട്ടത്തുള്ളൂ. അല്ലാതെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് രണ്ടിന്റെ ഇൻവേഴ്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? രണ്ടിന്റെ ഇൻവേഴ്സ് 8 ആയിട്ട് കിട്ടി. അതായത് എയുടെ ഇൻവേഴ്സ് 16/a ആണ്. നമ്മൾ എയുടെ ഇൻവേഴ്സ് ബി ആണെന്ന് അസ്യൂം ചെയ്തത്. ആ ബി നമുക്ക് എന്താണെന്ന് കിട്ടിയിരിക്കുന്നത്? 16/a ആണ്. ശ്രദ്ധിച്ച് കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദി സെറ്റ് 1 2 3 4 5 5 എലമെന്റ് ഒരു സെറ്റിൽ ബൈനറി ഓപ്പറേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഗിവൺ ബൈ ദ ഫോളോയിങ് ടേബിൾ. ഇതാണ് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചത് എന്ന് പറഞ്ഞാൽ 1 കൂടെ സ്റ്റാർ ചെയ്തുള്ള ആൻസർ ആണ് 1 2 കൂടെ സ്റ്റാർ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കോമ്പസിഷൻ ടേബിൾ എഴുതാനുള്ള പ്രോബ്ലം ചെയ്തു. അവിടെ നമ്മൾ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മിനിമം ഓഫ് എ ബി ആണ്. ഇവിടെ ആ മിനിമം എന്തോ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മിനിമം ആണോ നോക്കി, ഒന്നിന്റെ മിനിമം ഒന്നാണ്. ശരിയാണ്, ഒന്നിന്റെ രണ്ടിന്റെ മിനിമം ആണ്. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ മിനിമം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേനകത്ത് രണ്ടിന്റെ മൂന്നിന്റെ മിനിമം ഒന്നാണോ? അല്ല. അപ്പൊ അത് മിനിമം ഓഫ് എ ബി അല്ല അല്ലെ? പിന്നെ ഏതോ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ്, എന്തോ ഒരു ഡെഫിനേഷൻ വഴിയാണ് ഇത് ഫിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി ഏതാണ് ആ ഡെഫിനിഷൻ? ഇവിടെ എല്ലാം 1 വന്നിരിക്കുന്നത്. 2 ആയിട്ട് ആരെ സ്റ്റാർ ചെയ്താലും 1 കിട്ടുന്നുണ്ട്, ചിലടത്ത് 2 കിട്ടുന്നുണ്ട് അല്ലെ? 3 ആയിട്ട് സ്റ്റാർ ചെയ്യുമ്പോഴും ചിലടത്ത് 3 ഉണ്ട്. 4 ആയിട്ട് സ്റ്റാർ ചെയ്യുമ്പോൾ 2 ഉണ്ട്, 4 ഉണ്ട്, ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതാണ് ഡെഫിനിഷൻ? നിങ്ങൾ നോക്കി, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് എ ബി അങ്ങനെ ഒന്നെടുത്തി. എയുടെയും ബിയുടെയും ഹയസ്റ്റ് കോമൺ, ഒന്നിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നാണല്ലോ. അതുപോലെ 1ന്റെ 5ന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ 1 തന്നെ. അതേപോലെ 2ന്റെയും 1ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 അല്ലേ? അതേപോലെ 2ന്റെയും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ഏതാണ്? 2 അല്ലേ? ഇപ്പൊ 2ന്റെ 4ന്റെ ആയാലും 2ന്റെ ഫാക്ടർ 1ന്റെ, 4ന്റെ ഫാക്ടർ 1 2 4 അല്ലേ? കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ഫാക്ടർ ഏതാ? 2. അതാണ് 2 4 ആയിട്ടുള്ള 1. അതേപോലെ നോക്കി 4 4 ആയിട്ട് 4 തന്നെ അല്ലേ? 5 5 ആയിട്ട് 5 തന്നെ അല്ലേ? കോമൺ ഫാക്ടർ. അതായത് 4 2 ആയിട്ട് വന്നപ്പോഴും 2, 3 3 ആയിട്ട് വന്നപ്പോൾ 3. അപ്പൊ ആ ഒരു പ്രത്യേകതയിലാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് അറിയണ്ട, നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ട് 2 star 3 star 4 ആൻഡ് 2 star 3 star 4. ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പോവാം അല്ലേ? നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. എന്നിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? 2 star 3 star 4 that's equal 2 star 3 എന്താന്ന് നോക്കിയേ. 2 star 3 എത്രയാണ്? 1 star 4 അല്ലേ? 1 star 4. ഇനി 1 star 4 എത്ര? 1 4 സ്റ്റാർ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താ? 1. ശരിയായി. അതേപോലെ നമുക്ക് വേണ്ടത് 2 star 3 star 4 അല്ലേ? ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 2 star 3 star 4 ചെയ്യണം അല്ലേ? എന്താ 3 star 4 1 ആണ്. ഇപ്പൊ 2 star 1 ആയിട്ട് അല്ലേ? എന്താ 2 star 1 2 star 1 ഇത്രയുടെ ആൻസർ 1. ഇപ്പൊ രണ്ടും ഈക്വൽ ആണ്. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടിന്റെ ആൻസർ എത്ര? 1 ആണ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ ഇല്ലയോ എന്നാണ് അല്ലേ? സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ ഏത് 2 എലമെന്റ് എടുത്ത് എ സ്റ്റാർ ബി ചെയ്താലും അത് ബി സ്റ്റാർ ആയിരിക്കും
അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇത്രയും എലിമെൻറ്റിൻ്റെ കോമ്പസിഷൻ ഉള്ളത് കൊണ്ട്, അതായത് 2 star 1 1 1 star 2 1 ഈക്വലാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എഴുതി വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോമ്പസിഷൻ ടേബിൾ തന്നാൽ അതിൽ നിന്ന് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ നമുക്കൊരു മാർഗമുണ്ട്. ശ്രദ്ധിച്ച്, ഈ കോമ്പസിഷൻ ടേബിളിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്താണ് 1 1 1. ഈ ഫസ്റ്റ് കോളം എന്താണ്, അതും 1 1 അല്ലേ. അതേപോലെ സെക്കൻഡ് റോ എന്താണ് 1 2 1 2 1, അത് തന്നെയാണോ സെക്കൻഡ് കോളം? യെസ്. തേർഡ് റോ നോക്കി 1 1 3 1 1, അപ്പോൾ 1 1 3 1, അതാണ് തേർഡ് കോളം. 1 4 1 2 1 4 1 ആണ് ഫോർത്ത് റോ, അത് തന്നെയാണോ ഫോർത്ത് കോളം? യെസ്. ലാസ്റ്റ് റോ നോക്കി, അതല്ലേ ലാസ്റ്റ് കോളം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കോമ്പസിഷൻ ടേബിളിൽ നിന്ന് എവരി റോ ഈസ് ഐഡന്റിക്കൽ വിത്ത് ദി കറസ്പോണ്ടിങ് കോളം. എല്ലാ റോകളും കറസ്പോണ്ടിങ് കോളമായിട്ട് എന്താണ്, ഐഡന്റിക്കൽ ആണ്, ഒരേപോലെയാണ്. therefore ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന റീസൺ. എന്താണ് രണ്ടാമത്തേത് ആൻസർ നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ബിക്കോസ് എന്താണ്, സിൻസ് in the table each row is identical with the corresponding column, with the corresponding column. So star is commutative. ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് 2 star 3 star 4 star 5. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ പ്രോബ്ലം വേണ്ടത് 2 star 3 star 2 star 3 star 4 star 5. This is equal to എന്താ 2 star 3 2 star 3 is 1 star എന്താ 4 star 5 4 star 5, that's also 1. So in the 1 star 1 star 1 ഇത്രയാണ്. So answer. അടുത്ത ശ്രദ്ധിച്ചു, let A equal to n cross n and star be a binary operation on A defined by ordered pair AB star ordered pair CD equal to ordered pair A plus C B plus D. Show that star is commutative and associative. Find the identity element for star on A if any. അങ്ങനെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഈ ക്വസ്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം അല്ലേ. എന്താണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് തെളിയിക്കണം, അസോസിയേറ്റീവ് ആണെന്ന് തെളിയിക്കണം, പിന്നെന്താണ് ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മളുടെ വ്യത്യാസം അല്ലേ, ഇവിടെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പേഴ്സിന്റെ സെറ്റാണ്, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിന്റെ സെറ്റാണ്. നമ്മുടെ എ n cross n ആണ്. എ എന്താണ്, n cross n ആണ്. അപ്പോൾ അതുകൊണ്ട് എയിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയറാണ് എടുക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് എടുക്കുന്ന ഒരു ഓർഡേർഡ് പെയറാണ് എ ബി, മറ്റൊരു ഓർഡേർഡ് പെയറാണ് സി ഡി. അപ്പോൾ നമ്മൾ എ സ്റ്റാർ ബിക്ക് പകരം പറയുന്നത് ആ എ എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയറാണ്, ബി എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് പെയർ. അപ്പോൾ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റുകൾ ആഡ് ചെയ്തിരിക്കുന്നു, സെക്കൻഡ് എലമെന്റുകൾ ആഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ടാണ് ഇതെന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് അസോസിയേറ്റീവ് ആണ് തെളിയിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്രോസ് പ്രൊഡക്റ്റ് സെറ്റിലാണ് എന്ന് പറയാൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് സെറ്റിലാണ്, n cross n ഇല്ല. ഓപ്പറേഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. എ എന്ന് പറയുന്ന സെറ്റിലുള്ള ബൈനറി ഓപ്പറേഷൻ എന്താണ്, എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്നത് n cross n. അപ്പോൾ n cross n ലുള്ള ബൈനറി ഓപ്പറേഷൻ എവിടുന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ്, n cross n cross n cross n അല്ലേ. അതിൽ നിന്ന് എങ്ങോട്ടുള്ളതാ, n cross n ലേക്കുള്ളത്. അതെല്ലാം പോട്ട്. അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡേർഡ് പേഴ്സിന്റെ സെറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തോന്നാം, കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. ഗിവൺ എ ബി സ്റ്റാർ സി ഈക്വൽസ് എ പ്ലസ് സി ബി പ്ലസ് അതാണ് അല്ലേ. ഓൺ എ സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓൺ എ എന്താണ്
n cross n. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ എ ബി സ്റ്റാർ സി ഡി എന്തിന് തുല്യമാണെന്ന് കൊണ്ടുവരണം. സി ഡി സ്റ്റാർ എ ബിക്ക് തുല്യമാണ്. അത് ഈസിയാണ് തെളിയിക്കാൻ. എ പ്ലസ് സി നിങ്ങൾക്ക് എന്തിന് തുല്യമാണെന്ന് പറയാം. സി പ്ലസ് എക്ക് തുല്യമാണ്. ബി പ്ലസ് ഡി എന്തിന് തുല്യമാണ്. ഡി പ്ലസ് ബിക്ക് തുല്യമാണ് അല്ലേ. അപ്പോൾ എ പ്ലസ് സി ബി പ്ലസ് ഡി എ നമ്മൾ പറയുന്നത് എ ബി സ്റ്റാർ സി ഡി എന്നാണ് അല്ലേ. ഫസ്റ്റ് എൻട്രീസിന്റെ പെയർ സ്റ്റാർ സെക്കൻഡ് എൻട്രീസിന്റെ പെയർ. അപ്പോൾ ഈ സമ്മിനെ അല്ലെങ്കിൽ ഈ ഓർഡേർഡ് പേഴ്സിനെ നമ്മൾ ഏത് രണ്ട് എലിമെന്റിന്റെ കോമ്പസിഷൻ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഓർഡേർഡ് പേരെ നമ്മൾ ഏത് രണ്ട് എലിമെന്റുകളുടെ കോമ്പസിഷൻ ആയിട്ട് പറയാം. ഇവിടുത്തെ ഫസ്റ്റ് എൻട്രീസ് ഏതാ. സി എം ഡി. അപ്പോൾ സി ഡി സ്റ്റാർ സെക്കൻഡ് എൻട്രി ഏതാണ് എ ബി. അപ്പോൾ നമ്മൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ സ്റ്റാർ ബി എ ബി സ്റ്റാർ സി ഡി എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത് സി ഡി സ്റ്റാർ എ ബി. therefore നമുക്ക് പറയാം എന്താണ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ. അതുകൊണ്ട് സ്റ്റാർ ഈസ് എന്തെന്ന് നമുക്ക് പറയാം കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതായത് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എക്ക് പകരം ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയറാണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓർഡേർഡ് പെയർ. അപ്പോൾ എ ബി സ്റ്റാർ സി ഡി ആണ് നമുക്ക് എന്തെന്ന് കൊണ്ടുവരേണ്ടത് സി ഡി സ്റ്റാർ എ ബി. അതുകൊണ്ട് നമുക്ക് പറയാം സ്റ്റാർ എന്താണ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് അസോസിയേറ്റീവ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ലെറ്റ് എ ബി സി ഡി ഇ എഫ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എൻ ക്രോസ് എല്ലാം. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു എ ബി സ്റ്റാർ സി സ്റ്റാർ ഇ എഫ് ഇത് ചെയ്തു. അതേപോലെ നമ്മൾ പിന്നീട് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് കണ്ടുപിടിക്കും. രണ്ടും തുല്യമാണെങ്കിൽ അസോസിയേറ്റീവ് എന്ന് പറയാം. ജനറലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇതെന്താണ് ഇത് എ പ്ലസ് സി സ്റ്റാർ അല്ലേ. ഡെഫിനിഷൻ അനുസരിച്ച് എ ബി സ്റ്റാർ സി ഡി എന്താണ് എ പ്ലസ് സി ഓർഡേർഡ് പെയർ എ പ്ലസ് സി ബി പ്ലസ് ഡി ആണ് സ്റ്റാർ ഇ എഫ് അല്ലേ. അപ്പോൾ ഇതൊരു ഓർഡേർഡ് പെയർ ഇതൊരു ഓർഡേർഡ് പെയർ. ഈ രണ്ട് ഓർഡേർഡ് പെയർ എങ്ങനെയാണ് സ്റ്റാർ ചെയ്യുന്നത്. ഫസ്റ്റ് എൻട്രീസ് ആഡ് ചെയ്യുക, സെക്കൻഡ് എൻട്രീസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഫസ്റ്റ് എൻട്രീസ് ആഡ് ചെയ്താൽ എ പ്ലസ് സി പ്ലസ് ഇ, സെക്കൻഡ് എൻട്രീസ് ആഡ് ചെയ്താൽ ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഇതോട്ടിരിക്കട്ടെ ഇക്വേഷൻ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് അല്ലേ. അപ്പോൾ ഇതെന്താണ് സീക്വൽ ടു എ ബി ഓർഡേർഡ് പെയർ ഉണ്ട്. അതേപോലെ അല്ലേ ട്രാക്കിനകത്തുള്ള ഓപ്പറേഷൻസ് നടത്തുന്നു. ഇതെങ്ങനെ സ്റ്റാർ ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റുകൾ ആഡ് ചെയ്യുക, സെക്കൻഡ് എലമെന്റുകൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇനി എന്ത് ചെയ്യാം ഇതെങ്ങനെ സ്റ്റാർ ചെയ്യാം. ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യും, സെക്കൻഡ് എലമെന്റുകൾ ആഡ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 2 നോക്കിയിട്ട് ശരിയല്ലേ. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി നമുക്ക് മനസ്സിലായി. ഇതാണ് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് എന്തിന് ഈക്വലാണ് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് ഈക്വലാണ്. therefore നമുക്ക് പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റ്. ഇനി നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ ലെറ്റ് ഇ ബി ദ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയർസ് ആണ്. നമ്മുടെ ഇവിടുത്തെ സെറ്റിലെ എലമെന്റുകൾ ഓർഡേർഡ് പെയർസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ലെറ്റ് E1 E2 ബി ദ ഐഡന്റിറ്റി. എന്നിട്ട് ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം. ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിച്ചിട്ട് എൻ ക്രോസ് എൻ ആയ എയിൽ ഉണ്ടോ എന്ന് പറയാം. ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് ഈ ഓപ്പറേഷൻ ഇല്ല അല്ലേ. അപ്പോൾ ഇത് ഐഡന്റിറ്റി എലമെന്റ് ആയതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കറിയാം എ ബി എ ഐഡന്റിറ്റി എലമെന്റ് കൊണ്ട് സ്റ്റാർ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം എ ബി തന്നെ കിട്ടണം. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എൻ ക്രോസ് എൻ അല്ലേ.
നമുക്കത് നോക്കാം. ദിസ് സിംപ്ലൈസ് നമുക്കറിയാം ഡെഫിനിഷൻ അനുസരിച്ച് എ ബി സ്റ്റാർ സി ഡി എന്താണ്? എ പ്ലസ് ഇ പ്ലസ് ബി പ്ലസ് ഡി. അപ്പോൾ ഇതനുസരിച്ച് ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഇതെന്താണ്? എ പ്ലസ് ഇ വൺ കോമ ബി പ്ലസ് ഇ ടു ഓർഡേഡ് പെയർ ഈക്വൽ ടു എ ബി. രണ്ട് ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റുകൾ ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് എലമെന്റുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് എ പ്ലസ് ഇ വൺ must be equal to A and B plus E2 must be equal to B. So ഇവിടെ നിന്ന് നിങ്ങൾക്ക് E1 equal to A minus അല്ലേ, and ഇവിടെ E2 is equal to B minus. അപ്പോൾ നിങ്ങൾക്ക് E1 കിട്ടുന്നത് 0 and E2 കിട്ടുന്നത് 0 എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ഐഡന്റിറ്റി എലമെന്റ് ആയ E1 E2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 0 അല്ലേ. അപ്പോൾ നമ്മൾ 0 0 n ക്രോസ് എന്നിലുണ്ടോ നോക്കാം. എന്നിൽ ആരൊക്കെ ഉള്ളൂ? നാച്ചുറൽ നമ്പർ സെറ്റ് 1 2 3 4 5 ഉള്ളൂ അല്ലേ. അതുപോലെ n ക്രോസ് എന്നിൽ അപ്പോൾ എന്താണ്? 0 0 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഇല്ല. n 0 എന്ന് പറയുന്ന എലമെന്റ് എന്നിലില്ല. അതുകൊണ്ട് 0 0 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? n ക്രോസ് n ആയ എയിലില്ല. ഇസ് നോട്ട് അല്ലേ. therefore നമുക്ക് എന്ത് പറയാം? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. therefore ഐഡന്റിറ്റി എലമെന്റ് does not exist. അപ്പോൾ എല്ലായിടും ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ നേരത്തെ നിങ്ങൾ ഈ ഐഡന്റിറ്റി ആണെന്ന് സങ്കല്പിക്കും. എന്നിട്ട് ആ ഈ കണ്ടുപിടിക്കുമ്പോൾ ആ അണ്ടർലൈൻ സെറ്റിൽ ആ ഈ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്തു, ഇല്ല എങ്കിൽ എന്തില്ല? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇനി നിങ്ങൾ പുസ്തകത്തിലുള്ള മോർ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.